ശ്രീകുമാർ സാറേ, ഓക്കെ, ഞാൻ ഫയൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ 2 നിന്ന് മേടിച്ചാൽ മതി. ഞാൻ അവിടുത്തെ മറ്റേ മേഡത്തിനടുത്ത് പറഞ്ഞായി ബുദ്ധിമുട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് ആ ഫയൽ. അത് പാസ്സാക്കി തരും. ഓക്കെ ഓക്കെ, ഡോണ്ട് വരും. എന്താ നിങ്ങൾ എന്ത് വൃത്തിയുടെ കാണിച്ചത്? നിങ്ങൾ വേസ്റ്റ് ഇവിടെയാണോ പബ്ലിക്കായിട്ട്? താനാരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാനാണെന്ന് പിന്നെ പറയാം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. തനിക്ക് എന്ത് അവകാശത്തോടാണ്? ഞാൻ ആരാന്ന് തനിക്കറിയാമോ? നിങ്ങൾ ആരായാലും എനിക്കെന്താണ്? നിങ്ങളൊരു വനിത, ഒരു സ്ത്രീ. നിങ്ങൾ ഈ പബ്ലിക്കായിട്ടാണ് നിങ്ങൾ ഈ വേസ്റ്റ് വലിച്ചെറിഞ്ഞേക്കുന്നത്. ഇതിന്റെ കംപ്ലൈന്റും മോൾഷിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ പാടില്ല. നിങ്ങളാണ് ഇങ്ങനെയുള്ള മലിനമാക്കി എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താനേ എന്നെ നിയമം പഠിപ്പിക്കണ്ട. നിയമം പഠിപ്പിക്കുന്ന ആളെ എന്റെ വീട്ടിലുണ്ട്. സ്ഥലം മിസ്റ്റേയുടെ ഭാര്യയാണ് ഞാൻ. അത് ശരി. ആ ഒരു വകുപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ അഹങ്കാരം കാണിച്ചതും ഈ വേസ്റ്റ് വലിച്ചെറിഞ്ഞത്. അത് കൊള്ളാം. നല്ല പരിപാടിയാണ്. ഇതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഞാൻ വാങ്ങിച്ചു തരും. നിങ്ങൾ ആരാണ് എനിക്ക് ശിക്ഷ മേടിച്ചു തരാനായിട്ട്? കോർപ്പറേഷൻ മേയറുടെ മോനാ? അത് മന്ത്രിയുടെ പുത്രനോ? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ആരോ? മന്ത്രിയോ തന്ത്രിയോ എന്നുള്ളതേ നിയമം നിങ്ങളെ പഠിപ്പിക്കും. ശിക്ഷ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ 3 നാളിനുമേ എന്നോട് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇടിയും കൊണ്ട് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. സംശയം ഉണ്ടെങ്കിലേ താൻ സ്റ്റേഷനിൽ ചെന്ന് നോക്കും, അപ്പൊ അറിയാം. അത് ശരി. നിങ്ങളുടെ ഭർത്താവ് ഇതുപോലത്തെ അധികാരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണെന്നല്ല എനിക്കറിയില്ല. അതുകൊണ്ട് ആ ഭർത്താവിന്റെ അടുത്ത് പറയില്ലേ, നമ്മളൊരു പാവമാണ്, നമ്മൾ വെറുതെ വിട്ടേരിക്കും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊച്ചമ്മയെ കുറിച്ച്. തനിക്ക് ഞാനെല്ലാം മനസ്സിലാക്കി തരാം കേട്ടോ. നമസ്കാരം. ഞാനിവിടെ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കണ ചേച്ചി എവിടെ താമസിക്കണം? ഓ ശരി. സുഖമല്ലേ? പിന്നെ ഒരു മിനിറ്റ് കേട്ടോ. ഇതാ ഇപ്പോഴത്തെ പുതിയത് ചാർജ് എടുത്തേക്കുന്ന ആളാണ്. അറിഞ്ഞില്ലേ? പുതിയതായിട്ട് ചാർജ് എടുത്തേക്കണ. എനിക്ക് കുറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല മനുഷ്യനാണോ? നല്ല മനുഷ്യനാണ്. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് കുറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളാമി വല്ല പ്രശ്നം ഉണ്ടായോ? ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു കവർ വലിച്ചെറിഞ്ഞതിന് അയാളോട്ട് നല്ല പ്രശ്നമായിരുന്നു. ആരാണെന്നറിയില്ലല്ലോ. അതിനിപ്പോ ക്ഷമിക്കാൻ മാപ്പ് പറഞ്ഞു നോക്ക്. സാറേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ അതെടുത്തോണ്ട് പോയിക്കോളാം. വെക്കാം സാറേ, ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ ഭർത്താവിന് ഒന്നും ചെയ്യരുത്. എന്റെ ഭർത്താവിന്റെ ജോലി കളയരുത്. ഞാൻ ഒരു ടീച്ചറാ. ഏത് സ്കൂളിൽ? സെന്റ് മേരീസിൽ. എവിടെ? കോട്ടോച്ചി. ഓ അത് ശരി. അപ്പൊ സ്കൂളിലേക്ക് നിങ്ങൾക്കുള്ള ശിക്ഷ വന്നോളും. നിങ്ങളൊരു ടീച്ചറല്ലേ? കുട്ടികൾക്കൊക്കെ മാതൃക കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പെരുമാറിയത് എങ്ങനെയാണ്? നിങ്ങൾ എവിടുന്ന ടീച്ചറായത്? സോറി സാറേ, ഇനി മേലെ ചെയ്യില്ല. ഒരു തെറ്റ് പറ്റിപ്പോയതാ. ഒരു കാര്യം ചെയ്യാം, അത് ഞാൻ എന്താന്ന് വെച്ചാൽ നോക്കി. സോറി സാറേ, ഞാൻ ഇത് ഇനി എങ്ങും കൊണ്ടിടൂല. ഇത് ഇടേണ്ട സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? ഒന്നെങ്കിൽ ഈ വേസ്റ്റ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി തരം തിരിച്ച് സംസ്കരിക്കണം, അല്ലെങ്കിൽ ആ വേസ്റ്റ് പിന്നിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം. അതാണ് ലോകമര്യാദ. നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഒരു മര്യാദ. അത് ആദ്യം മര്യാദ പഠിക്കുക. നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരെങ്കിലും വിളിച്ച് ഏൽപ്പിക്കുക. മനസ്സിലായോ? ശരി ശരി സാറേ. അവര് കാണിച്ച കണ്ടില്ലേ ചേച്ചി? ഇങ്ങനെ കണ്ടല്ലേ മറ്റുള്ള ആൾക്കാരും ചെയ്യണത്. ഒരു പണിയില്ല. അത് അവരെ മനസ്സിലാക്കിയിരിക്കട്ടെ. അവരവരുടെ മാലിന്യങ്ങൾ അവരവരുടെ വീട്ടിൽ തന്നെ തരം തിരിച്ച് സംസ്കരിക്കണം. ഇത് നാടിന് നൽകുന്ന ഒരു സന്ദേശമാണ്. അത് പാലിക്കേണ്ടത് ജനങ്ങളാണ്. മനസ്സിലായ ചേച്ചി? എല്ലാം മനസ്സിലായി സാറേ. അവർക്ക് ഒരു ചെറിയ ശിക്ഷ എന്തെങ്കിലും കൊടുത്താൽ മതി. വലിയ ശിക്ഷയൊന്നും കൊടുക്കണ്ട. അവർക്ക് ജോലിയൊന്നും കളയണ്ട. ഞാൻ പോണേണ് സാറേ.
ഇങ്ങനെ പോയാൽ ഈ നാടിന്റെ ഗതി എന്താവും? ഈ ഭൂമിയുടെ ഗതി എന്താവും?